സർക്കാരിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI പരസ്യമായി തള്ളി പറഞ്ഞിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളോടായിരുന്നു പലയിടങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ എതിർപ്പ് എങ്കിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ യാത്ര ചെയ്തതാണ് ഏറ്റവും ഒടുവിലുണ്ടായ വിവാദം. എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയോ പാർട്ടിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. വിവരങ്ങൾക്കായി പോകാം. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാൻ മുഖ്യമന്ത്രി ഇനിയും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ വ്യക്തമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കമുണ്ടായ തിരിച്ചടികൾക്ക് പോലും വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളും മുഖ്യമന്ത്രിയുടെ വെള്ളാപ്പള്ളിയുടെ ചങ്ങാത്തവും കാരണമായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പക്ഷേ CPI എടുത്ത നിലപാട് അതേപോലെ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. എന്താണ് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഒരു ഇനിയുണ്ടാവുന്ന നിലപാട്? അതായത് മുഖ്യമന്ത്രി സ്വീകരിച്ച അതേ നിലപാടിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണോ? ഇത് രാഷ്ട്രീയപരമായി എങ്ങനെ വിലയിരുത്തുന്നു സെയ്ഫ്? മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് കയറി എന്തായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മറ്റ് നേതാക്കളാരും പറയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവർ തമ്മിലുള്ള ഇഴയടുപ്പം, അത് ആ വാചകം തന്നെ ഉപയോഗിക്കണം എന്ന് തോന്നുന്നു. അവർ തമ്മിലുള്ള ഇഴയടുപ്പം നമ്മൾ വിചാരിക്കുന്നതിന് മുകളിലാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം എന്തൊക്കെ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ളത്. ഈ ഒരു ഉടക്കിന്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തർക്കങ്ങളുണ്ടാവും. VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളിയുമായിട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. VS കണിച്ചുകുളങ്ങരയിലെത്തി ആലപ്പുഴയുടെ ഷൈലോക്ക് എന്ന് പരസ്യമായി വെള്ളാപ്പള്ളിയെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. BDJC രൂപീകരിക്കുമ്പോൾ VS അച്യുതാനന്ദനാണ് അതിന്റെ മുൻനിരയിൽ നിന്ന് പോരടിച്ച് അങ്ങനെ ഒരു നീക്കത്തെ തടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. അപ്പോഴൊന്നും പിണറായി വിജയനുമായിട്ട് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കത്തിലേക്കൊന്നും വെള്ളാപ്പള്ളി നടേശൻ പോയിരുന്നില്ല. ഇതിന്റെ ഒരു തുടക്കമുണ്ടാകുന്നത്, ഈ രണ്ടാം ഘട്ടത്തിന്റെ ഒരു തുടക്കമുണ്ടാകുന്നത് ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. രാജ്യസഭാ സീറ്റ് 2 സീറ്റാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നത്. അതിലൊന്ന് വയനാട് നിന്നുള്ള നേതാവായ PP സുനീറിന്, CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ PP സുനീറിന് നൽകുന്നു. അത് CPIക്ക് കൊടുത്ത സീറ്റാണ്. സുനീറിന് നൽകുന്നു. അതിനൊപ്പം തന്നെ ഇടതുമുന്നണിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ സീറ്റ് അത് CPM-ന്റെ സീറ്റാണ്. CPM അങ്ങനെ സീറ്റ് വിട്ടുകൊടുത്ത് ഈ ഘടകകക്ഷികളെ സൂചിപ്പിക്കുന്ന ഒരു പരിപാടി CPM-ന് സാധാരണഗതിയിലില്ല. പക്ഷേ ജോസ് കെ മാണിക്ക് ആ സീറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു രാഷ്ട്രീയ വിലയിരുത്തലിലേക്ക് CPM നേതൃത്വം എത്തിച്ചേരുകയും CPM-ന്റെ ആ സീറ്റ് അവർ ത്യാഗം ചെയ്തുകൊണ്ട് അത് ജോസ് കെ മാണിക്ക് കൊടുക്കുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം ഒരു ലേഖനം വരുന്നുണ്ട് കേരള കൗമുദിയിൽ. ഒരു മുഴുവൻ നീള പേജ് ലേഖനം വരുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെ കുറിച്ചായിരുന്നു. ന്യൂനപക്ഷങ്ങളെല്ലാം തട്ടിയെടുക്കുന്നു, കീഴ്ജാതിക്കാർക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലേഖനം. അതൊരു 2-3 ദിവസം തുടർന്നു പോവുകയുണ്ടായി. അന്ന് CPM അതിനെ നേരിടാൻ വേണ്ടിയെല്ലാം തീരുമാനിച്ചു. പക്ഷെ നേരിടലൊന്നും നടന്നിട്ടില്ല. അത് പിന്നെ തണുത്തങ്ങ് പോവുകയാണ് ചെയ്തത്. അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മലപ്പുറത്തെത്തി ഈ വർഗീയ വിദ്വേഷം, അതായത് ഇപ്പോൾ UP-യിലുള്ള RSS-ന്റെയും BJP-യുടെ നേതാക്കന്മാർ പറയുന്ന പോലെ പച്ച വർഗീയത വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിലെത്തി പറയുന്നുണ്ട്. ആ നിലപാടിൽ അദ്ദേഹം ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല. മെനഞ്ഞാൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ആ നിലപാടിൽ അദ്ദേഹത്തിന് മാറ്റം ഏതെങ്കിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വർഗീയ പരാമർശം നടത്തിയപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോടും എല്ലാം ഇതേ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാനോ വെള്ളാപ്പള്ളി പരസ്യമായി തള്ളി പറയാനോ അന്ന് CPM നേതൃത്വമോ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ അതിനുശേഷം ഉണ്ടാകുന്നതാണ് ഈ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കാറിൽ, മുഖ്യമന്ത്രിയുടെ കാറിൽ തൊട്ടടുത്ത സീറ്റിലിരുന്ന് വന്ന് ഇറങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ കാറിൽ നിന്ന് വന്നിറങ്ങുന്നത് നമുക്ക് കാണാൻ സാധാരണഗതിയിൽ കഴിയുക. അത് കഴിഞ്ഞ 9.5 വർഷമായിട്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണുന്നത് കൊണ്ട് പറയാം. അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് പിണറായി വിജയൻ ഇറങ്ങിയാൽ മറ്റൊരു സൈഡിൽ നിന്ന് ഇറങ്ങുന്നയാൾ അത് അദ്ദേഹത്തിന്റെ ഭാര്യ കമല വിജയനായിരിക്കും. അങ്ങനെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ അങ്ങനെ പിണറായി വിജയന്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു സാമുദായിക നേതാവ് ഇറങ്ങി വരുന്നത് കണ്ടിട്ടില്ല. ഇതൊരു കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു. എങ്ങനെ കാറിൽ വന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരികയുണ്ടായി. അത് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയുണ്ടായപ്പോൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിനോട് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അത് മഹാ അപരാധമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, എന്താണ് കുഴപ്പം എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. താൻ കീഴ്ജാതിക്കാരനായതുകൊണ്ടാണോ നിങ്ങൾ വിവാദമുണ്ടാക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു. ഇന്നലെ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ ഒരു വാചകം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ കൈ കൊടുക്കും, കുശലം പറയും, അതിനപ്പുറം കാറിൽ താൻ കയറ്റില്ല എന്ന് പറയുന്ന ആ വാചകം മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖം ആകെ മാറി. അതുവരെ ഉണ്ടായിരുന്ന പിണറായി വിജയൻ ആയിരുന്നില്ല പിന്നീട് വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ബിനോയ് വിശ്വമല്ല, പിണറായി വിജയന് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ പിണറായി വിജയൻ ചെയ്തു എന്ന് രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന
ഒരു സ്വരവും മുഖ്യമന്ത്രിയുടെ ഒരു മുഖത്തെ ഒരു ശരീരഭാഷയുമെല്ലാം നോക്കുകയാണെങ്കിൽ അദ്ദേഹം സ്നേഹത്തോടെയാണോ അതോ കുറച്ച് ഗൗരവത്തിലാണോ ഈ കാര്യം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇത് കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ് പറഞ്ഞത്. വിനോയ് വിശ്വത്തെ തള്ളിപ്പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഒരു വിഷയത്തിൽ വെള്ളാപ്പള്ളിയെ വീണ്ടും തള്ളിപ്പറയുന്നുണ്ട്. അത് ചതിയൻ ചന്തുവുമായി ബന്ധപ്പെട്ടാണ്. ചതിയൻ ചന്തു അല്ല CPI എന്ന നിലപാട് സ്വീകരിക്കുന്നത്. എന്താ അത് കുറച്ചു കാലം കൂടി തുടർന്ന് പോകാൻ തന്നെയാണ് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് കുറച്ചു കാലം കൂടി തുടർന്ന് പോവുക തന്നെ ചെയ്യും. ജിൽസി, ദിവ്യ.